കോയമ്പത്തൂരിൽ ആവേശമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്ന് വൈകിട്ട് നടക്കും. കൗണ്ടൻപാളയത്ത് നിന്ന് ആരംഭിച്ച് മേട്ടുപ്പാളയം റോഡിലൂടെ RS പുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരം. അർജുൻ PS കോയമ്പത്തൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, എന്തായാലും ഈ റോഡ് ഷോയെ ചൊല്ലി സംസ്ഥാന സർക്കാർ, സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഈ റോഡ് ഷോ തടയാനുള്ളൊരു നീക്കമുണ്ടായിരുന്നു. പിന്നീട് മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം റോഡ് ഷോയ്ക്ക് അനുമതി. എന്തായാലും പ്രധാനമന്ത്രി ആവർത്തിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ ആവേശത്തിലാണ് പ്രവർത്തകരും ജനങ്ങളുമൊക്കെ. തീർച്ചയായും നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ പഴുതടച്ച സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ RS പുരത്താണുള്ളത്. അതായത് ഗൗണ്ടർ ഗാർഡനിൽ തുടങ്ങി അത് കഴിഞ്ഞ നേരെ RS പുരത്താണ് ഈ റാലി അവസാനിക്കുക. ആ RS പുരത്തിന്റെ ഒരു സ്ഥലത്താണ്, ഏകദേശം അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കാണുന്നത് പഴുതടച്ച സുരക്ഷയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം 5 മണി കഴിയുന്നതോടെ പ്രധാനമന്ത്രി ഇവിടെ എത്തുകയും പിന്നീട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കൂടെ കൂടുതൽ സ്ഥാനാർത്ഥികളടക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് നീലഗിരി, കോയമ്പത്തൂർ, പൊള്ളാച്ചി, തിരുപ്പൂർ, ഈറോഡ് മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാൽ തന്നെയും കൗണ്ടൻപാളയത്തിൽ നിന്നും ഏകദേശം 5 മണി കഴിയുന്നത് 5:30 ആകുന്നതോടെ പ്രധാനമന്ത്രി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്ക് കാണാം ഇപ്പോൾ ഈ വഴിയിലൂടെയെല്ലാം വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. എന്നാൽ ഉച്ച കഴിയുന്നതോടെ ആ ഒരു രീതി മാറും. വാഹനങ്ങൾ മേലെ ഇവിടെ തടയുവാൻ തുടങ്ങും. പിന്നീട് ഈ വഴിയൊക്കെ വാഹന ഗതാഗത നിയന്ത്രണമായിരിക്കും ഒരുക്കുക. ഇത്തരത്തിൽ പോലീസുകാരെല്ലാം രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സ്റ്റാലിൻ ഗവൺമെന്റ് മോദിയുടെ പരിപാടി ഇവിടെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇവിടെ ഈ ഒരു വഴിയിൽ കൂടെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ റോഡ് ഷോ നടത്താമെന്നുള്ള ഒരു അനുമതി ലഭിക്കുകയും ചെയ്തു. അത്തരത്തിലാണ് വീണ്ടും ഇവിടെ ഒരു റോഡ് ഷോ നടത്തുവാൻ പ്രധാനമന്ത്രി തീരുമാനിക്കുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള BJP പ്രവർത്തകരും NDA പ്രവർത്തകരടക്കം തീരുമാനിക്കുകയും പ്രധാനമന്ത്രി ഈ വീതിയിലൂടെ തന്നെ, അതായത് നടക്കില്ല എന്ന് പറഞ്ഞ വീതിയിലൂടെ തന്നെ ഇന്ന് വൈകുന്നേരം കടന്നു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെ അതുപോലെ തന്നെ NDAയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് 400 കടക്കുക എന്നുള്ളത്. മാന്ത്രിക സംഖ്യയായ 400 കടക്കുക എന്നുള്ളത്. അത്തരത്തിൽ ആ 400 കടക്കണമെങ്കിൽ ഈ ദക്ഷിണേന്ത്യയിലടക്കം ഇനിയും കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്, ആവേശത്തോടെയുള്ള പ്രവർത്തനമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നമ്മൾ ഇവിടെ എത്തിയത്, അതായത് ഈ കോയമ്പത്തൂരിൽ എത്തുന്നത്. അപ്പോൾ തന്നെ കൊടിതോരണങ്ങളടക്കം കെട്ടിക്കൊണ്ട് വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടത്. അവരോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം. ഇന്ന് പ്രധാനമന്ത്രി വരുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ്, 10,000-കണക്കിന് ആൾക്കാരാണ് ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഈ വഴി കടന്നു പോകുന്ന കാഴ്ചയും നമുക്ക് ഏകദേശം 5 മണി കഴിയുന്നതോടെ കാണുവാൻ സാധിക്കും. അതിൻ്റെതായ ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായതായാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാൻ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലടക്കം ദക്ഷിണേന്ത്യയിൽ ഒട്ടാകെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുവാൻ BJP ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ഒരു പരിധിവരെ മറ്റുള്ള പാർട്ടികളെ വലിയ രീതിയിലുള്ള അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നുള്ളത് വേണം നമുക്ക് പറയുവാൻ. കേരളത്തിൽ തന്നെ പ്രധാനമന്ത്രി നിരവധി തവണ വരുന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ ഇപ്പോൾ 2ാം തവണയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ 2ാം തവണയാണ് പ്രധാനമന്ത്രി വരുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് നിരന്തരമായി പ്രധാനമന്ത്രി വരുന്നു, NDAക്ക് ഊർജം നൽകുന്നു, BJPക്ക് ഊർജം നൽകുന്നു. മാത്രമല്ല അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. 2 ആഴ്ച മുമ്പ് തിരുപ്പൂർ പല്ലടത്താണ് BJP സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഇവിടെ ഏതായാലും പൊതുസമ്മേളനമില്ല, പക്ഷേ ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കായിരിക്കും ഇവിടെ 5 മണിയോടെ നീങ്ങുക. 5 മണി കഴിയുന്നതോടെ ഒരു ജനസാഗരം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റാലിന്റെ രാഷ്ട്രീയത്തോട് വലിയ രീതിയിൽ വിമർശനമുള്ള അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള നിരവധി പേർ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോഴും BJP ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത്തരത്തിൽ വിവിധ മുന്നണികളടക്കം ആ BJP വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ശരത് കുമാറിന്റെ അടക്കം സിനിമാ നടൻ ശരത് കുമാറിന്റെ അടക്കം പാർട്ടി NDA ലയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചോളം ഉള്ളത്. അതായത് ഇത്തരത്തിൽ പഴുതടിച്ച സുരക്ഷ ഒരുക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച് NDAയുടെ ശക്തി തുറന്നു കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തവണ പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ എത്തുന്നത്. മാത്രമല്ല ഇവിടെ നിന്നും നിരവധി സീറ്റുകൾ, ഒന്നിലധികം സീറ്റുകൾ നേടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആ പ്രധാനമന്ത്രിക്കുണ്ട്. തീർച്ചയായും അർജുൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ ഇത്തവണ തമിഴ്നാട്ടിൽ നേടാനുള്ള BJPയുടെ ശ്രമം അത് തീർച്ചയായും വിജയിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പോയ തമിഴ്നാട് സന്ദർശന ദിവസങ്ങളിലെ കാഴ്ചകളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്രകാരം തന്നെയാണ് അവസാനം കന്യാകുമാരിയിൽ എത്രത്തോളം ജനപങ്കാളിത്തമാണ് അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനത്തിൽ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, തത്സമയ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. എത്ര ആവേശമായിരുന്നു ഈ ജനതയ്ക്ക് ഉണ്ടായിരുന്നത് പ്രധാന സേവകൻ ഓരോ ഇടത്ത് എത്തുമ്പോഴും. ഇനി കോയമ്പത്തൂരിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ കോയമ്പത്തൂർ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ്. ഈ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ അവിടെ നിന്ന് മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. എന്തായാലും ഈ അടുത്ത സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ BJP പുറത്തിറക്കാനുള്ള ഒരു സാഹചര്യം കൂടി സംജാതമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കോയമ്പത്തൂർ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മണ്ഡലം, അവിടെ നടക്കുന്ന ഇന്നത്തെ റോഡ് ഷോയും പ്രകടനവും ഇതിൽ അണ്ണാമലയുടെ സാന്നിധ്യമുണ്ട്. ഇനി മറ്റ് സംസ്ഥാന നേതാക്കൾ ഉണ്ടാവും, ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നേതാക്കൾ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തെ എപ്രകാരം സ്വാധീനിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അർജുൻ. തീർച്ചയായും അനു, അതായത് അണ്ണാമലയുടെ ഒരു സാന്നിധ്യം BJPയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അണ്ണാമലൈ ഇവിടെ അമരത്തിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അത്രത്തോളം അമരത്ത് വന്നത് മുതൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പോകുന്ന വഴികളിലെല്ലാം അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കോയമ്പത്തൂരിലടക്കം അത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് BJPയുടെ വിശ്വാസം അല്ലെങ്കിൽ NDAയുടെ വിശ്വാസം. അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കുമെന്ന ഒരു ഊഹവും ഉണ്ട്. അതായത് അത്തരത്തിൽ ഒരു വ്യാപകമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കണം അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത്തരത്തിലേക്കായിരിക്കും ഇനി കേന്ദ്ര സർക്കാർ നീങ്ങുക അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ നിന്നും തീരുമാനിക്കുക, BJP കേന്ദ്രങ്ങളിൽ നിന്നും തീരുമാനിക്കുക എന്നുള്ളത് കൂടെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അത്തരത്തിലേക്കാണെങ്കിൽ കോയമ്പത്തൂർ എന്ന് പറയുന്നത് BJPക്കുള്ള ഒരു അഭിമാന മണ്ഡലമാണ്. അത്തരത്തിൽ ഈ മണ്ഡലങ്ങളടക്കം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലടക്കം BJP സ്ഥാനാർത്ഥികളെ നിർത്തി, അതായത് തമിഴ്നാട്ടിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലടക്കം BJP സ്ഥാനാർത്ഥികളെ നിർത്തി അവിടങ്ങളിലൊക്കെ തങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കുവാനും മുസ്ലിങ്ങൾ തങ്ങൾക്ക് എതിരല്ല എന്ന് കാണിക്കുവാനും BJPക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലാണ് പ്രധാനമായി അത്തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിൽ BJP മുസ്ലിങ്ങൾക്ക് എതിരാണെന്നുള്ള പ്രചാരണങ്ങളടക്കം ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങളടക്കം നിരവധി ഉണ്ടായിരുന്നത് ഈ കേരളത്തിലാണ്. അത്തരത്തിലുള്ള കേരളത്തിലേക്കാർക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കും ഇത്തവണയുള്ള തമിഴ്നാട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അത്തരത്തിൽ കോയമ്പത്തൂരും മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലടക്കം മണ്ഡലങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു വിജയ സാധ്യതയാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിൽ 5ലധികം സീറ്റുകൾ നേടുമെന്നുള്ള ഒരു സാധ്യത കൂടി ഇവിടെ നിലനിൽക്കുന്നു. നീലഗിരി, കോയമ്പത്തൂർ, പൊള്ളാച്ചി, തിരുപ്പൂർ, ഈറോഡ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളടക്കം ഇവിടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ അണ്ണാമലൈ അടക്കം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമാണ് ഇവിടെ ലഭിക്കുന്നത്. അത്തരത്തിൽ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് ലഭിക്കുക. ആ ഒരു സാഹചര്യത്തിലാണ് എന്താണ് BJPയുടെ പ്രസക്തി എന്ന് ഇവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതായത് സ്റ്റാലിന്റെ അടക്കമുള്ള ഈ രാഷ്ട്രീയം ജനങ്ങൾ മടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയത്തോട് ജനങ്ങൾ മടുത്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് BJP എന്ന് പറയുന്ന ദേശീയതയിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ BJP ബാക്കിയുള്ള അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലെ ജനങ്ങളെ ആകെ ക്ഷണിക്കുന്നത്. ദേശീയതയിലേക്ക് വരിക, ദേശസ്നേഹരാവുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇത്തവണ പ്രധാനമായിട്ടുള്ളത്. അത്തരത്തിൽ മോദിയുടെ ഗ്യാരണ്ടി കൃത്യമായി തന്നെ നടപ്പിലാക്കും. അതായത് പ്രകടന പത്രികയിൽ പറയുന്നതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള ഒരു
പാർട്ടി കൂടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർക്കാരാണ് ഇന്ത്യയിൽ ഭരിക്കുന്നതെന്ന് കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ റാലികളും അതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും. അത്തരത്തിൽ വലിയ രീതിയിൽ വലിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതായത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ്, ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ള ഒരു ശ്രമമാണ്, CAA അടക്കം എതിർത്തുകൊണ്ട് പല പാർട്ടികളും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രചരണങ്ങളുടെ മുന്നേ ഒടിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ 2 തവണത്തെ മോദി സർക്കാർ ഭരണം. അത് ഇനിയും തുടരുന്നുള്ള ആത്മവിശ്വാസമാണ് ഓരോ പൊതുവേദിയിലും പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നതും.